പക്ഷേ ഈ പൊളിച്ചിട്ട റോഡ് അവർ അത് ശരിയാക്കാത്ത നിലയ്ക്കാണ് ഇപ്പോൾ ഒരു സ്കൂട്ടി പോലും പോകാൻ പറ്റാത്ത വഴിയിൽ കിടക്കുക. ഇവിടെ ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന നിലയിലുള്ള ഒരു വർക്കല്ല ഇവിടെ നടക്കുന്നതെന്നാണ് നമുക്ക്. വർക്കല കീഴവെട്ടൂരാണ്. ഈ ഗൂഗിൾ മാപ്പ് ചേച്ചി ചതിക്കില്ല എന്ന് പറയുന്നത് തെറ്റാണെന്ന് മനസ്സിലായി. ഇന്നലെ ഗൂഗിൾ മാപ്പ് ചേച്ചി ഒരു വണ്ടിയെ ചതിച്ചു. ഒരു സ്കോർപ്പിയോ ആയിരുന്നു. അഗാധമായ ഗർത്തമാണ്. വർക്കല കനാലിന്റെ പണി കിടക്കുകയാണ്. അഗാധമായ ഗർത്തമാണ്. ഒരു പക്ഷേ വണ്ടി താഴേക്ക് പതിച്ചിരുന്നെങ്കിൽ വലിയൊരു ദുരന്തത്തിന് ഈ കീഴവെട്ടൂർ സാക്ഷ്യം വഹിച്ചേനെ. പക്ഷേ പറഞ്ഞില്ല. ഫയർഫോഴ്സ് വന്നു, നാട്ടുകാർ വന്നു, ആ വണ്ടി അവിടെ നിന്ന് വലിച്ച് കയറ്റി രക്ഷപ്പെട്ടു. ഈ റോഡിന്റെ കാര്യം ഇവിടുത്തെ 1-ാം വാർഡിന്റെ വാർഡ് മെമ്പറും അതുപോലെ തന്നെ വെട്ടൂർ പഞ്ചായത്തിന്റെ വൈസ് പ്രസിഡന്റുമായ കോക്കനോട് പല തവണകൾ പറഞ്ഞതാണ് ഇവിടെ അപകടമുണ്ട്. ഈ റോഡ് ഇതിന്റെ മുകളിൽ പോകുന്ന പള്ളിയാണ്. അവിടെ പള്ളിയിൽ ആൾക്കാർ നിസ്കരിക്കാൻ പോകേണ്ട സ്ഥലം, അത് കഴിഞ്ഞിട്ട് കടപ്പുറത്ത് പോകാൻ വേണ്ടി ഡെയിലി രാവിലെ ആൾക്കാർ വരുന്ന സ്ഥലം, അതുപോലെ തന്നെ വിനോദസഞ്ചാരികൾ കയറി പോകാൻ വേണ്ടിയിട്ട് മാപ്പ് നോക്കുമ്പോൾ ഇതുവഴിയാണ് പോവുകയും വരികയും ചെയ്യേണ്ടത്. രണ്ട് കാര്യങ്ങളുണ്ട് ഇതിന് പിറകിൽ. ഒന്ന്, ഗൂഗിൾ മാപ്പ് ചേച്ചിയുടെ തെറ്റായ ദിശാവൽക്കരണമാണ്, അത് ഒരു തെറ്റ്. പിന്നെ രണ്ടാമത്തെ കാര്യം, ഈ റോഡിൻ്റെ അശാസ്ത്രീയമായ നിർമ്മാണം. അതുപോലെ തന്നെ ഈ കനാലിൻ്റെ പണിയെ തുടർന്ന് ഈ റോഡാകെ നശിച്ച അവസ്ഥയിലാണ്. മുമ്പ് വലിയ വണ്ടി വരെ കടന്ന് വർക്കലയിലേക്ക് പോയിക്കൊണ്ടിരുന്ന ഒരു റോഡ് കൂടിയാണത്. അതിൻ്റെ അവസ്ഥ ഇങ്ങനെയല്ല ഏട്ടാ. ഇപ്പോൾ ഇതിൻ്റെ അവസ്ഥയുടെ കാര്യം പറയുകയാണെങ്കിൽ ആദ്യം ഇവരിവിടെ ഈ TS കനാലിൻ്റെ വർക്ക് തുടങ്ങിയപ്പോഴത്തേക്കും ഈ കാണുന്ന സ്ഥലത്തുകൂടെയാണ് ഈ വണ്ടി അകത്തോട്ടിറക്കി അവർ ഇതിൻ്റെ സൈഡിലുള്ള കനാലിൻ്റെ മണലുകളും മറ്റുമൊക്കെ പണി ചെയ്തത്. എന്നിട്ട് ആ ഭാഗം അവിടെ ഇടിച്ച് പൊടിച്ച് അവിടെ ഇട്ടിട്ട് അവരെന്ത് ചെയ്തിരിക്കണം, ഇവിടെ നിന്ന് വണ്ടി കിടക്കണുണ്ടോ JCB, ഈ JCB കിടക്കുന്ന ഇതുവഴി വണ്ടി ഇറക്കി ഇപ്പോൾ അപ്പുറത്തൂടെ പോയി അവരെ കാര്യങ്ങൾ നടത്തുന്നുണ്ട്. പക്ഷേ ഈ പൊളിച്ചിട്ട റോഡ് അത് ശരിയാക്കാത്ത നിലയ്ക്കാണ് അവർ അതവിടെ ഇട്ടിട്ട് ഇപ്പുറം വന്ന് പൊളിച്ച് അവരുടെ കാര്യങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ പ്രദേശത്ത് കൂടെ പോകുന്ന ജനങ്ങൾക്ക് എന്ത് വന്നാലും അവർക്കൊരു വിഷയമല്ല. ഈ പ്രദേശത്ത് എന്ത് നടന്നാലും അവർക്കൊരു വിഷയമല്ല. നമുക്ക് കാണാം, അടുത്ത വീട്ടിലുള്ള വണ്ടി അതിനകത്ത് കിടക്കുകയാണ്. അകത്ത് കൊണ്ടിട്ട വണ്ടി പുറത്തോട്ട് ഇറക്കാൻ പറ്റാതെ വണ്ടി അകത്ത് കിടക്കുകയാണ്. അതുപോലെ തന്നെ ഇതിലെ ഒരു മനുഷ്യന് പോകാനും വരാനും പറ്റാത്തൊരവസ്ഥയാണ്. എന്തെന്ന് പറയാനാണ്, ഇന്ന് തന്നെ നമ്മുടെ ടൂറിസ്റ്റ് ബംഗ്ലാവിൽ ഒരു കുട്ടിയെ വളരെ ദാരുണമായി ഒരു പട്ടി കടിച്ച് ആ കുഞ്ഞിൻ്റെ അവസ്ഥ വളരെ സീരിയസ് ആണ്. അതുപോലെയാണ് ഈ പരിസരത്ത് മൊത്തവും ഈ കാടും പടവുമായിട്ട് ഇങ്ങനെ കിടക്കുകയാണ്. ഈ റോഡിൻ്റെ രണ്ട് സൈഡിലുമുള്ള കാടോ മറ്റുള്ളതോ ഒന്നും തന്നെ വെട്ടുന്നില്ല. അതിലുപരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ റോഡിൻ്റെ മെയിൻ്റനൻസ് എത്ര പൈസ ഇവിടെ ആവശ്യമുണ്ട്? ഈ റോഡ് മെയിൻ്റനൻസ് ചെയ്യാൻ വേണ്ടി എത്ര പൈസയുടെ ആവശ്യമാണ്? ഇവിടെ വരുന്ന പഞ്ചായത്തോ അതല്ലെങ്കിൽ ഇവിടെ ഇരുന്ന് MLA ഫണ്ടോ പഞ്ചായത്തിൻ്റെ ഫണ്ടോ ഉപയോഗിച്ച് ഇത് ചെയ്യാവുന്നുള്ളതേ ഉള്ളായിരുന്നു. അവർ നേരെ ബീച്ചിലേക്കാണ് പോകുന്നത്. ഈ റോഡ് നേരെ പോകുന്നത് ബീച്ചിലേക്കാണ്. ഈ ബീച്ച് സ്ഥിരം പൊക്കൊണ്ടിരുന്ന വഴിയാണിത്. പണ്ട് സ്ഥിരം പൊയ്ക്കൊണ്ടിരുന്ന വഴിയാണ്. ഇവിടെ ആയിരക്കണക്കിന് ആൾക്കാർ ഈ തീരദേശത്ത് പെരുമാതുറ പണിക്ക് പോകാൻ വേണ്ടി, അതായത് മുതലപ്പുഴയിൽ പണിക്ക് പോകാൻ വേണ്ടി ആയിരക്കണക്കിന് ആൾക്കാർ വരെയും പോവുകയും ചെയ്തുകൊണ്ടിരുന്ന വഴി. അത് കഴിഞ്ഞിട്ട് ഞങ്ങളുടെ മലപ്പുറത്ത് പള്ളി എന്ന് പറയുന്ന ചിലക്കൂർ പള്ളിയിൽ ജുമാ മസ്ജിദിൽ പോകാനുള്ള ഈ ആൾക്കാർക്ക് പോകാനും വരാനുള്ളായിരുന്ന വഴിയായിരുന്നു. അത് കഴിഞ്ഞിട്ട് മയ്യത്ത് കൊണ്ടുപോകുന്ന വഴിയായിരുന്നു. ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ ഈ അപ്പുറത്തും ഈ TS കനാലിൻ്റെ റൈറ്റും ലെഫ്റ്റും കിടക്കുന്ന ആൾക്കാർക്ക് പോകാനും വരാനും ഉണ്ടായിരുന്നു നല്ലൊരു പാതയാണ്. ഈ ഒരു അവസ്ഥയായിട്ട് ഇവിടെ ഗൂഗിൾ മാപ്പ് പഴയ റോഡ് കാണിച്ചുകൊണ്ടേയിരിക്കും. ഗൂഗിൾ മാപ്പ് അവർക്ക് എന്തറിയാനാണ്, അവർ കാണിച്ചുകൊണ്ടേയിരിക്കും, അവരങ്ങനെ കാണിച്ചുകൊണ്ടേയിരിക്കും. പക്ഷേ ഇവിടെയുള്ള ജനങ്ങൾക്കറിയാം, അതല്ലെങ്കിൽ ഇവിടെ ഇരുന്ന അധികാരികൾക്കറിയാം, ഇവിടെയുള്ളായിരുന്ന മെമ്പർമാർക്കറിയാം, എല്ലാ കാര്യങ്ങളും അറിയാം. പക്ഷേ അവർ അത് ശ്രദ്ധിക്കാതെ പോയി, അല്ലെങ്കിൽ ശ്രദ്ധിച്ചില്ല. പക്ഷേ അതൊരു വീഴ്ച തന്നെയാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരിത് ശ്രദ്ധിച്ചുവെങ്കിൽ അല്ലെങ്കിൽ ശ്രദ്ധിക്കുമായിരുന്നുവെങ്കിൽ ഇന്ന് ഈ അവസ്ഥ ഈ റോഡിന് വരില്ലായിരുന്നു. പല വീട്ടിലും ഇതിൻ്റെ അപ്പുറത്തുള്ള വീടുകളിലൊക്കെ വണ്ടികൾ അകത്ത് കിടക്കുകയാണ്, പുറത്തിറക്കാൻ വയ്യാതെ അവിടെ അകത്ത് കിടക്കുകയാണ്. എങ്ങനെയാണ് ഇവിടെ നിന്ന് ഇറക്കിക്കൊണ്ടുവരുന്നത്? നിങ്ങൾ തന്നെ ഒന്ന് നോക്കി ഈ റോഡിൻ്റെ അവസ്ഥ. തെറ്റാണ് ഗൂഗിൾ മാപ്പ്. എങ്ങനെ കാണിക്കുന്ന ഗൂഗിൾ മാപ്പ്? അല്ല, ഇങ്ങോട്ട് വളയാൻ കാണിച്ചായിരുന്നു. പിന്നെ നമ്മൾ നേരെ പോയപ്പോഴത്തേക്ക് ഇപ്പൊ ഇതുവഴി പോകാൻ തന്നെ. ഈ വഴി മോശം വഴിയാണ്.
അപ്പോൾ ഇത് റോഡ് നല്ല റോഡായിരുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും പോയാൽ വണ്ടികൾ പോയാൽ വരെയും ചെയ്തുകൊണ്ടിരുന്ന വഴികളാണ്. ആറ്റിൻ്റെ പണികൾ വന്നതിന് ശേഷം അവിടെ റോഡ് മുടങ്ങി. വെള്ളത്തിൻ്റെ മഴയിൽ വെള്ളം ഒലിപ്പെടുത്ത് റോഡുകൾ വളർന്നു ആറിൻ്റെ സൈഡിലായിട്ട് ഇടിഞ്ഞിടിഞ്ഞ് പോയിക്കൊണ്ടിരിക്കുക. ഇപ്പോൾ ഒരു സ്കൂട്ടി പോലും പോകാൻ പറ്റാത്ത വഴിയിൽ കിടക്കുക. ഏതായാലും വലിയൊരു അപകടത്തിൽ നിന്നാണ് ഈ ഒരു ഗ്രാമം, ഈ ഒരു നാട് രക്ഷപ്പെട്ടത്. കാരണം ഒരു വലിയ അവൻ്റെ കുഴിയുടെ ആഴം കണ്ടാൽ മനസ്സിലാവും. അത്രയും ആഴത്തിലാണ് ആ കുഴിയിലേക്ക് വല്ല ആ വണ്ടി മറിഞ്ഞിരുന്നെങ്കിലുള്ള അവസ്ഥ ചിന്തിക്കാൻ പോയി വയ്യ. എങ്ങനെയോ എന്തോ ദൈവത്തിന്റെ ഭാഗ്യം കൊണ്ട് കനാലിന്റെ രക്ഷപ്പെട്ടു. കറക്റ്റ് അല്ല ഈ കനാലിന്റെ പരിപാടി ചെയ്യുന്നത്. പിന്നെ നേരെയുള്ള വർക്കല്ല ഇവിടെ നടക്കുന്നത്. ഈ കനാലിന്റെ വർക്ക് എന്ന് പറയുന്നത് അവരുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള വർക്കുകൾ. ഇവിടെ കിടക്കുന്ന മണലും മറ്റും വാരിക്കൊണ്ടുപോയി അവരുടെ ആവശ്യങ്ങൾ നടത്താനുള്ളതല്ലാത്ത നിലയ്ക്ക് ഇവിടെ ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന നിലയിലുള്ള ഒരു വർക്കല്ല ഇവിടെ നടക്കുന്നതെന്നാണ് നമുക്ക് പ്രദേശവാസികൾക്ക് ഇത് കണ്ടിട്ട് മനസ്സിലാവുന്നത്. ഇത് ഇടിഞ്ഞിടിഞ്ഞ് പോവുകയാണ്. ഇതിൻ്റെ മുകളിലോട്ട് പോയി കഴിഞ്ഞാൽ അടുത്ത വസ്തുവാണ്. അടുത്ത ഈ കിടക്കുന്നതെല്ലാം ജനങ്ങളുടെ വസ്തുക്കളാണ്, അല്ലാതെ പറമ്പോക്കല്ല. ഈ പറമ്പോക്കെന്ന് പറയുന്നത് ഇവിടെയാണ് ഇപ്പോൾ കുടിയൊഴിപ്പിക്കൽ നടത്തിയത്. ഇതിൻ്റെ മുകളിൽ നിൽക്കുന്ന എല്ലാ ഭൂമിയൊക്കെ എന്താണ് വസ്തുക്കളാണ്. ഈ വസ്തുക്കൾ പിന്നെ കാലക്രമേണ ഇടിഞ്ഞ് വീഴുമ്പോൾ ഇവർ പറയും ഞങ്ങളുടെ വർക്ക് തീർന്നു, ഞങ്ങളുടെ കോൺട്രാക്റ്റ് തീർന്നു, ഞങ്ങൾക്കത് ചെയ്യാൻ പറ്റില്ല, എടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് ഇവരിവിടെ ഇട്ട് കൈ ഒഴിഞ്ഞങ്ങ് പോകും. എന്താണ് സംഭവിക്കാൻ പോണത്? വരുംകാല വിപത്തിലേക്കാണ് നമ്മുടെ ആള് ഇപ്പോൾ വില ചൂണ്ടി കാണിച്ചത്. കാരണം ഇനി അങ്ങോട്ട് ഇടിഞ്ഞു പോയി കഴിഞ്ഞാൽ അടുത്തത് ആൾക്കാരുടെ വീടും ബസ്സും ഒക്കെയാണ് അത് ഇടിയും. അപ്പോൾ ഈ കനാൽ നിർമ്മാണത്തോടനുബന്ധിച്ച് തന്നെ ഒരു സൈഡ് വാൾ പോലുള്ള എന്തെങ്കിലും കെട്ടി ഉറപ്പിച്ച് ഭദ്രമാക്കിയില്ലെങ്കിൽ നാളെ മറ്റൊരു വാർത്ത ചെയ്യാനായി ഞാൻ വീണ്ടും ഇവിടെ വരേണ്ടി വരും. ഏതായാലും ആ ഒരു വണ്ടിയിലെ ആൾക്കാർ രക്ഷപ്പെട്ടതിന് സർവേശ്വരനോട് നന്ദി പറഞ്ഞുകൊണ്ട് വിസ്മയ ന്യൂസിന് വേണ്ടി ക്യാമറമാൻ അനീഷ് മംഗലാപുരത്തിനൊപ്പം ശ്രീജിത്ത് മാരാർ സൈനിങ് ഓഫ്.